നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, അന്യമതസ്ഥർ, അത് ക്രിസ്ത്യാനിയാണെങ്കിലും അതല്ലെങ്കിൽ മുസൽമാനാണെങ്കിലും, ഒരു പരിധിവരെ ക്രിസ്ത്യാനികൾ അങ്ങനെ ഹിന്ദുസിനെ അങ്ങനെ വല്ലാതെ കുറ്റം പറയാറില്ല. പക്ഷെ ഒരു പരിധി കഴിഞ്ഞും ഇസ്ലാമുകൾ അതല്ലെങ്കിൽ മുസ്ലിം നാമധാരികളൊക്കെ ഹിന്ദുവിനെ കുറ്റം പറയാൻ ഉപയോഗിക്കുന്നതാണ് ശിലകളായാലും വേണ്ടില്ല, കല്ലുകളായാലും വേണ്ടില്ല, ഇനി മരമായാലും മൃഗങ്ങളായാലും ഇവയൊക്കെ ആരാധിക്കുന്ന കൂശ്മാണ്ഡങ്ങൾ, വിഡ്ഢി കൂശ്മാണ്ഡങ്ങൾ എന്നൊക്കെയാണ് ഹിന്ദുക്കളെ കുറ്റം പറയാൻ വേണ്ടി ഇവന്മാർ ഉപയോഗിക്കുന്ന വാക്കുകൾ. എന്നാൽ കൃത്യമായിട്ടും ഇന്ന് അതിനൊക്കെ കൃത്യമുള്ള മറുപടി ഹിന്ദു സമൂഹം പറഞ്ഞിട്ടില്ലെങ്കിലും പ്രകൃതി ശക്തിയുക്തമായിട്ട് തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കാവുകളെ പൂജിക്കുന്ന ഹിന്ദു, എന്തുകൊണ്ടാണ് മലകളെയും അതല്ലെങ്കിൽ മരങ്ങളെയും കാവുകളെയും അതല്ലെങ്കിൽ ഈ മൃഗങ്ങളെയും ഒക്കെ ദൈവിക അംശമായി കണ്ടുകൊണ്ട് തന്നെ അവരെ വണങ്ങിക്കൊണ്ട് സംസ്കാരത്തോടു കൂടി ജീവിക്കുന്ന, അവരെ വിശ്വസിച്ച് ജീവിക്കുന്ന, ദൈവികമായിട്ടുള്ള അംശം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ആ ഹിന്ദു സംസ്കാരം എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ പാലിക്കുന്നത് എന്ന് ഇന്ന് ഈ കുറ്റപ്പെടുത്തുന്ന ഓരോ മുക്കാലുകൾക്കും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവന്മാരാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ പരിഹസിക്കാൻ വേണ്ടി അതൊക്കെ ഉപയോഗിക്കാറ്. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം ഏകദേശം ഒരു വർഷം മുൻപാണ് ഗണപതി മിത്താണോ അതല്ലെങ്കിൽ ഗണപതി എന്ന് പറയുന്ന ആ ഒരു സത്യം, ഓരോ ഹിന്ദുവിന്റെയും വലിയൊരു അഭിമാനം തന്നെയാണ് ഗണപതി എന്ന് പറയുന്ന ആ ഒരു ശക്തി. എന്തൊരു കാര്യം ചെയ്യാൻ വേണ്ടി, നല്ല കാര്യമായിക്കോട്ടെ ചീത്ത കാര്യമായിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും ഗണപതിക്ക് കൊടുത്തോ എന്നൊരു ചോദ്യം, അതല്ലെങ്കിൽ ഗണപതി ഭഗവാന് മുട്ടറക്കാൻ തന്റെ ആ ഒരു മുട്ടുകളെല്ലാം, തനിക്ക് വരുന്ന ആ ഒരു വിഘ്നങ്ങളെല്ലാം അകറ്റാൻ വേണ്ടി വിഘ്നേശ്വരന് കൊടുക്കുക എന്ന് പറയുന്നത് ഓരോ ഹിന്ദുവിന്റെയും സംസ്കാരത്തിൽ, ആചാരത്തിന്റെ, അനുഷ്ഠാനത്തിന്റെ ഒരു വലിയ ഭാഗം തന്നെയാണ്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഞമ്മന്റെ ബംഗാളി ഷംസീർ എന്ന് ട്രോളുകാർ വിളിക്കുന്ന ഈ സഖാവ് ഷംസീർ രംഗത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ ഷംസീറിന് 6.5 വയസ്സുകാരിയെ ഡിങ്കു ആക്കിയവൻ വലിയ പടച്ചവനാണ്, വലിയ മഹോന്നതനാണ്. ആ സംസ്കാരം വലിയ മഹോന്നത സംസ്കാരമാണ്, അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലതാണ്. പക്ഷെ ഹിന്ദുവിന്റെ ഗണപതി എന്ന് പറയുന്ന ആ ഒരു സംസ്കാരം, ആ ഒരു വിശ്വാസം, അതിനെ ചവിട്ടിയരച്ച, ഗണപതിയെ ചവിട്ടിയരച്ച മിത്ത് ഷംസീറിനൊക്കെയുള്ള ഒരു മറുപടിയാണ് കഴിഞ്ഞ ദിവസം വയനാടിൽ നടന്ന ദുരന്തത്തിൽ, ഒരു വലിയൊരു ദുരന്തത്തിൽ ഒരു അമ്മയെയും പേരക്കുട്ടിയെയും രക്ഷിച്ചത് ഈ ഗണപതി ഭഗവാനെ നമ്മൾ ആനയുടെ തലയും അതല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരവും ഒക്കെ ആയി കാണുന്ന ആ ഒരു മിത്തിൽ കാണുന്ന, അതല്ലെങ്കിൽ ആ ഒരു കൾച്ചറിൽ കാണുന്ന ഭഗവാൻ സംരക്ഷിച്ച ആ ഒരു ചരിത്രം അമ്മ തന്നെ പറയുന്നുണ്ട്. ആ അമ്മയും പേരക്കുട്ടിയും രക്ഷപ്പെട്ടത് ഈ ദുരന്തത്തിൽ തങ്ങൾക്ക് കാവലായി നിന്നത് വലിയ സഹ്യന്റെ മകനായിട്ടുള്ള വലിയൊരു ഗണേശൻ തന്നെയാണ്, വലിയൊരു ആന തന്നെയാണ് എന്നുള്ളത് ആ അമ്മ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഇതിൽ പരമൊരു മറുപടി ഈ പറയുന്ന നികൃഷ്ട ജീവികൾക്ക്, ജന്തുക്കൾക്കൊന്നും കൊടുക്കാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാലും തങ്ങളെ രക്ഷിച്ച ആ ഒരു ആനക്കൂട്ടത്തിന്റെ കഥ ആ അമ്മ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അത് കേട്ടിട്ട് നമുക്ക് ഓടിപ്പാഞ്ഞു വരാം. എന്റെ പേര് സുജാത. അന്ന് രാത്രി ഒരു 1:15 4 തന്നെ ഞങ്ങൾക്ക് അതിന്റെ സൂചനകളുണ്ട്. ആകെ ഇരുടായിരുന്നു, വെളിച്ചവും വെട്ടയൊന്നുമില്ല, ഇരുട്, ഒരു മൂവന്ത. അപ്പൊ എനിക്ക് ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാനോ ഒരു സന്തോഷവും ഇല്ല, മനസ്സിന് എന്തോ സംഭവിക്കുന്ന പോലത്തെ ഒരു ടെൻഷൻ. അപ്പൊ ഞാൻ കുട്ടികളോട് പറഞ്ഞു, മക്കളെ നമുക്ക് പോകാനും ഒരു സ്ഥലമല്ല, ആരും കൊണ്ടുപോകാനും ഇല്ല, നമ്മൾ എന്ത് ചെയ്യും, എന്താ ഈ നാട് ഇങ്ങനെ, എനിക്ക് പേടിയാവുന്നുണ്ട്, എന്തോ സംഭവിക്കും തോന്നുന്നു. ഞാൻ കുട്ടികളോട് സൂചന കൊടുത്ത് വാതിൽ തുറന്നിട്ടേ ഇല്ല, അത്രയ്ക്ക് പേടി. പകല് പെരും മഴ. എന്നിട്ട് ലേശം അരിയിട്ട് കഞ്ഞി വെച്ചിട്ട് ആ കഞ്ഞി ഞങ്ങൾ കുടിച്ചിട്ടില്ല, ടെൻഷൻ കൊണ്ട് എന്തോ സംഭവിക്കാൻ പോണെന്ന് തന്നെ. അതിലെല്ലാവരും ഉറങ്ങി. കറണ്ടില്ല, വെളിച്ചങ്ങൾ ഒന്നുമില്ല. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അടിയിൽ കൂടി എന്തോ വരുന്ന പോലെയോ ഇത് പൊട്ടണ പോലെയോ എന്തൊക്കെയോ സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കുക. അപ്പൊ ഞാന് കുട്ടികൾക്കും ചോറ് വേണ്ട, ഞങ്ങളും കിടക്കുകയാണ് പറഞ്ഞ് കിടന്നു. തൊട്ടിമോളെയും ഞാൻ കൂട്ടി ഞങ്ങൾ രണ്ടാളും കൂടി കിടക്കുകയാണ് വരാന്തയില്. കിടക്കണ സമയത്തുണ്ട് പെരും പൊട്ട്. ഒരു പൊട്ട് കേട്ടതോടെ ഞാൻ പെട്ടെന്ന് ചാടി എണിച്ച് എന്റെ കുട്ടിനെ എടുത്തു കഴിഞ്ഞ് നോക്കുമ്പോഴത്തേന് വീടിന്റെ അടിയിൽ കൂടി വെള്ളവും കല്ലും മണലും വരുന്നു. വീട്ടിന്റെ അടിയിൽ കൂടെ നിമിഷങ്ങൾ കൊണ്ട് വെള്ളവും ചളിയൊക്കെ ഇത്രയ്ക്കായി കഴിയല്ല, കെട്ടിടം വീണു. ഇതെല്ലാം ഉള്ളുന്നാ സംഭവിക്കും. വീട് വീണു, വാർപ്പിന്റെ പരിയായിരുന്നു, വീട് വീണ് കഴിയല്ല, അതിന് പെടാന്ന മരം വന്ന് അടിച്ചു. മോള് മരത്തിന്റെ അടിയില്. അപ്പൊ ഞാനിങ്ങനെ എണീച്ചെന്ന് നോക്കുമ്പോ ഒന്നുമില്ല, എല്ലാം ഫ്ലാറ്റായി കിടക്കുക. എന്റെ കുട്ടീന്ന് പറഞ്ഞ് ഞാൻ എന്നെയും കൊണ്ടുപോകുന്ന ചാടാൻ നിൽക്കുമ്പോഴത്തിന് കുട്ടി പറഞ്ഞ്, അമ്മമ്മ എന്നെ രക്ഷിക്കും, ഞാൻ ഇവിടെ ഉണ്ട് എന്ന്. വലിയ തടിമരം വരുമ്പോ ഞാൻ ഈ കുട്ടിനെ വലിച്ചെടുക്കുമായിരുന്നു ഉള്ളിന്ന്. അത് വന്ന് അടിച്ചത് എന്റെ കൈക്ക്. അതിൽ കുട്ടിനെ വലിച്ചെടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഞാന് മേലേക്ക് കയറി. ഈ അടുപ്പിന്റെ സ്ലാബിന്റെ ഉള്ളിൽ കൂടി ഞാൻ മേലോട്ട് കേറിയിട്ട് വാർപ്പിന്റെ പുറത്ത് പോയി. ഈ വാർപ്പ് വീണ് കിടക്കണില്ല, അതിന്റെ പുറത്ത് നിൽക്കുക. നിന്ന് നോക്കുമ്പോ
കെട്ടിടങ്ങളൊക്കെ മറിഞ്ഞു മറിഞ്ഞു വരിക. അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ കൂക്കും വിളിയും കേൾക്കുന്നുണ്ട്. രക്ഷിക്കണേ രക്ഷിക്കണേ, എന്റെ സൗണ്ട് ഇനി ശരിയായിട്ടില്ല, ഒച്ചിട്ടിട്ട് ആരും രക്ഷിക്കാൻ വരുന്നില്ല. ഒരു അയൽവാസിയില്ല, വീടുകളൊന്നുമില്ല, എല്ലാം മറിഞ്ഞു പോയി കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ പുറത്ത് നിന്നിട്ട് എന്റെ കൊച്ചുമോളെയും വലിച്ച് വെള്ളത്തിൽ പോവുക. ഞാൻ എവിടേക്കാ പോണേ എനിക്ക് ഓർമ്മല്ല. ഞാൻ നീന്തി വന്നു, കുട്ടിനെയും കെട്ടിപ്പിടിച്ചിട്ട് പോണടുത്ത് എത്തട്ടെ വരെ നീന്തിപ്പോ ഒരു തിണ്ടിന് ഇങ്ങനെ പിടിച്ച് കേറാന്. അങ്ങനെ കേറി ഇങ്ങനെ പോകുമ്പോണ്ട് സ്ഥിരം കാണുന്നതാ. എസ്റ്റേറ്റിൽ ഞാൻ ചപ്പ് വെട്ടുന്ന തൊഴിലാളിയാണ്, മുണ്ടക്കൈ ഡിവിഷനില്. ആന ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ മിണ്ടാതെ ചെവിയാക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ്, ഞങ്ങള് വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ട് വരുന്നത്. നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ, എന്നെ ഒന്നും ചെയ്യരുത് എന്ന് എന്റെ കുട്ടിനെയും പറഞ്ഞിട്ട് ആനിങ്ങനെ നോക്കി രണ്ട് കണ്ണു കൂടി ഇങ്ങനെ വെള്ളം വരിക. ആ മരത്തിന്റെ താഴെ തന്നെ ഞാനും എന്റെ കുട്ടിയും കിടന്നു. മഴ, പെരും മഴ. രാത്രി 1:30 സംഭവിച്ചിട്ട് 6 മണി വരെ രാവിലെ ആ മരത്തിന്റെ താഴെ ഞങ്ങൾ കിടന്നു. പിന്നെ നമുക്ക് മേപ്പാടിന്ന് കൽപ്പറ്റിന്നൊന്നും അറിയില്ല, അതിന്റെ ആൾക്കാർ വന്നു. ഞങ്ങൾ അടുത്തൊന്നും മാറിയിട്ടില്ല. ആന അവിടെ തന്നെ നിൽക്കുക, ഒരു ശല്യം ചെയ്തിട്ടില്ല, ഒന്നും അത് തിന്നിട്ടില്ല. അത് പേടിച്ച് വിറച്ച് ഇങ്ങനെ കണ്ണീരും വിട്ടിട്ട് ഞങ്ങളടുത്ത് തന്നെ നിന്നു. അങ്ങനെ ഈ 6 മണിയായപ്പം എല്ലാ കാപ്പിക്കാടാണ്, വനം കാപ്പിക്കാടാ. അതിന്റെ ഉള്ളിൽ കൂടി നെല്ലാം നിരങ്ങി വരുമ്പോണ്ട് നമ്മളെ ആൾക്കാർ രക്ഷിക്കാനുള്ളവര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഉണ്ട്, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ഇത് വരികയാണ് എന്ന്. അങ്ങനെ അവര് ഒച്ച കേൾക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കുട്ടിനെയും കൂട്ടിയിട്ട് നീങ്ങിപ്പോയി. 3 എണ്ണം. അതിൽ 2 എണ്ണം കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് തെങ്ങിന്റെ കവുങ്ങുകൾ തിന്നുണ്ട്. ഈ ഒരു ആന അനങ്ങിയിട്ടില്ല, അവിടെ തന്നെ നിന്നു. ഞങ്ങൾ അങ്ങനെ അതിന്റെ കൂട്ടത്തിന്ന് തള്ളിനെയും കുട്ടിനെയും കൂടി വന്ന് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് വന്നപ്പോ ഏതോ ഒരു വീടൊന്നും എനിക്ക് ഓർമ്മല്ല, അറിയൂല. അപ്പുറം ഇപ്പുറം കടലല്ലേ, ഒന്നും അറിയുന്നില്ല. ആ വീട്ടിൽ പോയപ്പോ ഒരു ഡ്രസ്സ് എടുത്തവരിട്ട് തന്നു. എനിക്ക് കുട്ടിക്ക് അവൾക്ക് മാറ്റി കൊടുത്തു, ഒക്കെ തുടച്ചു കൊടുത്തിട്ട് ഈ ഒരു ഡ്രസ്സ് ആക്കി കൊണ്ടുവന്നിട്ട് ഞങ്ങളൊരു പള്ളീന്റെ അവിടെ, ചൂരമല പള്ളീന്റെ അവിടേക്ക് വന്നു. എന്നിട്ട് അവിടുന്ന് നമ്മളെ ആൾക്കാര് വണ്ടി കയറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. നോക്കൂ, ഈ ആനയുടെ ഈ ഒരു സ്റ്റോറി നമ്മളിവിടെ പറയാൻ കാരണം എന്തെന്നറിയാമോ? ഇതേ വയനാട്ടിലാണ് മറ്റൊരു ആനയെ, ഈ പൈനാപ്പിൾ, നമ്മളൊക്കെ പറയും കൈതച്ചക്ക, മലപ്രകാരമൊക്കെ കൈതച്ചക്ക എന്ന് പറയാം. ഈ പൈനാപ്പിളിനുള്ളിൽ വലിയ തോട്ട, അതല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറയും ബോംബ് വെച്ച് പൊട്ടിച്ച് അത് തിന്നാൻ വന്നിട്ടുള്ള ഒരു ആനയുടെ വായുടെ ഭാഗം മുഴുവൻ തകർന്നു പോയി. ആ ആന ദിവസങ്ങളോളം അത് തകർന്ന് കണ്ണീരൊലിപ്പിച്ചൊലിപ്പിച്ച് ഒരു ജലാശയത്തിലേക്ക് ഇറങ്ങി നിന്ന് അവസാനം മരണം വരിച്ച വലിയൊരു ക്രൂരതയുടെ ആ ഒരു ചരിത്രം വന്നത് കഴിഞ്ഞ വർഷം, ഏകദേശം മാസങ്ങൾക്ക് മുൻപേ വയനാട്ടിൽ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ സഹ്യന്റെ മകൻ എന്നാണ് സത്യത്തിൽ ഈ ആനകളെയൊക്കെ നമ്മൾ വിളിക്കാറ്. നമ്മുടെ സംസ്കാര പ്രകാരം, ഇനി ഈ പറയുന്ന മദ്രസ സംസ്കാര പ്രകാരം എന്താ വിളിക്കാന്ന് അറിയാറില്ല. കാരണം മനുഷ്യനെ ഒഴികെയുള്ള എല്ലാ മൃഗങ്ങളെയും തിന്നാനും കൂത്താടാനും ഉള്ളതാണ് എന്ന് വിചാരിക്കുന്ന ചിലരും, എന്നാൽ മൃഗങ്ങളായാലും മരമായാലും മലയായാലും കല്ലായാലും വൃക്ഷങ്ങളായാലും ഇതിനെയൊക്കെ തൊഴുകണം, ഇതൊക്കെ ദൈവികാംശമുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ആ ഒരു സംസ്കാരവും, അത്തരത്തിലുള്ള 2 സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അത് ആനയും അണ്ണാനും തമ്മിലുള്ള വലിയ വ്യത്യാസം തന്നെയാണ്. അത്തരത്തിൽ സഹ്യന്റെ മകനായുള്ള ഒരു ആനയെ വായിൽ ബോംബ് വെച്ച് പൊട്ടിച്ച് അതിനെ കൊല്ലാക്കൊല ചെയ്ത മനുഷ്യന്മാരുള്ള നാടുമായിരുന്നു വയനാട് എന്നുള്ളത് കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതിന്റെ ചിത്രമൊന്നും ഇന്നും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദുഷ്ടത കാട്ടുന്ന മൃഗങ്ങളോടായാലും പ്രകൃതിയോടായാലും കൊടും ദുഷ്ടത കാട്ടുന്ന ഇരുകാലി മൃഗങ്ങളെക്കാൾ, മൃഗങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, മൃഗങ്ങൾക്കൊക്കെ ഇതിനേക്കാൾ സ്നേഹവും ആ ഒരു സംസ്കാരവും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അത്തരത്തിൽ കൊടും ക്രൂരത കാട്ടുന്ന ആളുകൾക്ക്, അതല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് കൃത്യമായിട്ടും പ്രകൃതിയായാലും ഭഗവാനായാലും ഇനി ദൈവം ഏത് വിശ്വാസമായിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, അതാത് വിശ്വാസപ്രകാരം തന്നെ ഇത്തരത്തിൽ മിണ്ടാ പ്രാണികളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിലായിരിക്കും പ്രകൃതി അതിന് പകരം ചോദിക്കുക എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഗണപതി വിത്താണോ അല്ലേ എന്നുള്ള ചോദിക്കുന്നവർക്കൊക്കെ തമിഴ്നാട്ടിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. ഈ വനം പ്രദേശത്ത്, തമിഴ്നാടിന്റെ വനം പ്രദേശത്ത് കൂടെ സഞ്ചരിച്ചിട്ടുള്ള ആളുകൾക്ക്, പണ്ട് ഞാനൊരു ബസ്സിൽ പോകുന്ന സമയത്ത്, പാലക്കാടിൽ നിന്നും കോയമ്പത്തൂർ പോണ സമയത്ത്, ഈ ആനക്കട്ടി എന്ന് പറയുന്ന ബോർഡർ വരുന്നുണ്ട് കേരളത്തിന്റെ. ഈ ആനക്കട്ടി കഴിഞ്ഞ് കുറെ ദൂരം, കിലോമീറ്ററുകളോളം വനമാണ്. ഈ വനത്തിൽ പലയിടത്തും ആന സഞ്ചാരമുള്ള സ്ഥലങ്ങളാണ്. അത്തരത്തിൽ ആന സഞ്ചാരമുള്ള സ്ഥലത്തെത്തുമ്പോൾ ചിലപ്പോൾ
ചിലപ്പോൾ നടു റോട്ടിൽ ആനക്കൂട്ടങ്ങൾ കാണാം. ഈ ആനക്കൂട്ടങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഈ ബസ്സിലിരിക്കുന്ന തമിഴ്നാട് SRTC-യിലിരിക്കുന്ന ബസ്സിലിരിക്കുന്ന ഈ തമിഴ് സ്ത്രീകളായാലും പുരുഷന്മാരും ഒക്കെ ഗണേശ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ കാത്തോളണേ എന്ന് വളരെ ഉച്ചത്തിൽ തൊഴുകുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഗണേശൻ, ആന അത് ദൈവമാണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. മരങ്ങളായാലും പ്രകൃതി ആയാലും അവരെ ദൈവത്തിന് തുല്യം തന്നെ നമ്മൾ സ്നേഹിക്കണം. അത്തരത്തിൽ നമ്മൾ സ്നേഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ദുഷ്ടത കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലക്ഷം ലക്ഷം കോടി കോടി ഇരട്ടി നമ്മൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത് അത് പ്രകൃതി നിയമമാണ് എന്നുള്ളത് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. പക്ഷെ മനുഷ്യനേക്കാൾ വിശ്വാസത്തോടു കൂടി ആനയെ, ഇതാ മോനെ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ, ഞങ്ങളെ വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ്, നീ ഞങ്ങളെ കാക്കണമെന്ന് ആനയോട് കണ്ണീരോടുകൂടി പറഞ്ഞ സമയത്ത് ആ ആന പോലും കണ്ണീരൊഴുക്കിക്കൊണ്ട് ആ അമ്മൂമ്മയ്ക്കും പേരക്കുട്ടിക്കും കാവലിരുന്നു എന്നുള്ളത് സത്യമാണ്. ആ അമ്മ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും ദൈവിക അംശം കാണുന്ന ഹിന്ദുവിനെ പരിഹസിക്കുന്ന മറ്റുള്ളവരൊക്കെ മനസ്സിലാക്കുക, നിനക്കത് വിശ്വാസമുണ്ടായിരിക്കില്ല, നിനക്കത് അന്ധവിശ്വാസമായിരിക്കാം, നിനക്കത് പരിഹാസത്തിന് വസ്തുതകളാകാം, കഥാപാത്രങ്ങളാവാം. പക്ഷെ നീ മനസ്സിലാക്കുക, തിരിച്ചടികൾ ഏത് രീതിയിൽ വേണമെങ്കിലും വരാം. അത് നിമിഷ നേരങ്ങൾ കൊണ്ട് നീ കെട്ടിപ്പൊക്കിയ വലിയ സൗധങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, കൊട്ടാര സൗധങ്ങൾ, അതൊക്കെ തകർക്കാൻ നിമിഷങ്ങൾ മാത്രം മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ വയനാടിന്റെ ദുരന്തം നടന്ന സ്ഥലത്ത് സന്ദർശിക്കുക, അതല്ലെങ്കിൽ അവിടെ പോയി ഒന്ന് കാണുക. വലിയ വലിയ കൊട്ടാര സൗധങ്ങളൊക്കെ നിമിഷ നേരങ്ങൾ കൊണ്ട് മണ്ണും കല്ലും വെള്ളവും വന്ന് അമർന്ന, അതിൽ ജീവനുകൾ നഷ്ടപ്പെട്ട വലിയ ദുരന്തം എങ്ങനെ ഉണ്ടായി എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വീണ്ടും പറയട്ടെ, പ്രകൃതിയെയും അതല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങളെയും, അത് ജീവനുള്ളതായാലും ജീവനില്ലാത്ത വിഭവങ്ങളായാലും അതിനെ ഒരു പരിധി കഴിഞ്ഞ് ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും മനുഷ്യ ഇരുകാലിയെ നിനക്ക് സംഭവിക്കുക എന്നുള്ളതിന്റെ അവസാനത്തെ ഉദാഹരണം തന്നെയാണ് വയനാട് ദുരന്തം എന്നുള്ളത് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. കാരണം ഈ വയനാട് ദുരന്തം ഉണ്ടാക്കാൻ വേണ്ടി ക്ഷണിച്ചു വരുത്തിയ, പ്രകൃതിയെ ചൂഷണം ചെയ്ത വലിയ വലിയ കോടീശ്വരന്മാരൊക്കെ അവനൊക്കെ വലിയ വലിയ സിറ്റികളിലും വലിയ വലിയ നഗരങ്ങളിലുമൊക്കെ വന്നുകൊണ്ട് അവന്റെ ജീവിതം സുരക്ഷിതമായി നിൽക്കുമ്പോൾ പാവപ്പെട്ടവന്റെ ജന്മവും പാവപ്പെട്ടവന്റെ ജീവനും പാവപ്പെട്ടവന്റെ വസ്തുവകകളും കുഞ്ഞു മക്കളടക്കം ഈ വെള്ളക്കെട്ടിലായാലും ദുരന്തത്തിലായാലും ഒഴുകി നശിച്ചു പോകുമ്പോൾ അവിടെ നഷ്ടം ഓരോ സാധാരണക്കാരനും മാത്രമാണ്. അധികാരത്തിലിരിക്കുന്ന ഭ്രാന്തൻ ചെന്നായ്ക്കൾക്കല്ല എന്നുള്ളത് കൂട്ടിച്ചേർത്ത് കൊള്ളട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.